إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൽ എത്ര ബിസിയായ തിരക്കിട്ട പ്രവർത്തനങ്ങളിലാണെങ്കിലും ഇമ്പോർട്ടന്റ് നൽകേണ്ടുന്നതായ വിഷയങ്ങൾ നാം ഏറെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറെ കരുതലോടെ, ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ടുന്ന ഒരു വിഷയം, നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും ലഭിച്ചതിൽ ഏറെ സന്തോഷിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ വന്നുകൊണ്ട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. രണ്ട് ഹദീസുകളിൽ വന്ന വിഷയങ്ങൾ, ഒന്ന് അയ്യുൽ അമലി അഫ്ളൽ, അല്ലയോ റസൂലേ ഏറ്റവും അഫ്ളലായ അമൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. മറ്റൊരു ഹദീസിൽ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് സഖഫി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദൂതരെ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, ഇസ്ലാമിൽ ഒരു വാക്ക് എനിക്ക് നിങ്ങൾ അറിയിച്ചു തരണം, ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്, നിങ്ങളോടല്ലാതെ വേറൊരാളോട് ഞാൻ അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല, എനിക്ക് ചോദിക്കാറില്ല. അങ്ങനെയുള്ള ഒരു ഖൗൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുക, എന്നിട്ട് അതിനെ അനുസൃതമായി കൊണ്ട് നേരെ ചൊവ്വേ നിലകൊള്ളുക. ഈ ഒരു കാര്യമാണ് സഹോദരങ്ങളെ, ഈമാനാണ്, വിശ്വാസമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഈമാൻ എന്നത്. അധികം ആളുകൾക്കും അത് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ അധികം ആളുകളും അവരിൽ വിശ്വസിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയുണ്ടായി. ഈ ഹദീസുകളെ ഉണർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു, അൽ ഈമാനു അംറുൻ അളീമുൽ ഖദർ, ഈമാൻ എന്നത് വളരെ മഹത്തായ സ്ഥാനമുള്ള ഒരു കാര്യമാണ്. ലാ യുനാലു ഇല്ലാ ബി തൗഫീഖിൻ വഖ്തിയാരിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിൽ നിന്ന് പ്രത്യേകം അവർ ഉദ്ദേശിക്കുന്നവർക്ക് സെലക്ട് ചെയ്ത് നൽകുകയല്ലാതെ അത് ലഭിക്കുകയില്ല. അൽ ഈമാനു ശഹ്നുഹു അളീമൻ, ഈമാനിന്റെ കാര്യം വളരെ മഹത്വമുള്ളതാണ്. വ മകാനതുഹു റഫീഅ, ഈമാനിന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ്. നൂറുൽ ഖുലൂബി വ ഹയാത്തുൽ അർവാഹ്,
ഹൃദയങ്ങളുടെ വെളിച്ചമാണ് ഈമാൻ, ആത്മാവുകളുടെ ജീവനാണ് ഈമാൻ. വബിഹി തസ്തഖീമുൽ ജവാരിഹ്, മനുഷ്യന്റെ അവയവങ്ങളെയെല്ലാം നേരെയാക്കുന്നത്, നേരെ നിർത്തുന്നത് ഈമാനാണ്. അതാണ് അടിസ്ഥാനം. അൽ ഈമാനു തസ്ദീഖും ബിൽ ഖൽബ്, ഈമാൻ എന്നത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലാണ്. വ ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് അംഗീകരിക്കലാണ്. വ അമലും ബിൽ ജവാരിഹ്, അത് നമ്മുടെ അവയവങ്ങളിൽ പ്രകടമാകുന്ന ഒന്നാണ്. കപടന്മാരായ ചില ആളുകൾ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ വലിയ കാര്യമായി നബിയെ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സൂറത്തുൽ ഹുജറാത്തിൽ കാണാം. അവർ വന്ന് പറയുകയാണ്, ഖുല്ലാ തമുന്നു അലൈഹി ഇസ്ലാമക്കും, നബിയെ അവരോട് പറയുക നിങ്ങൾ ഇസ്ലാമായി എന്നുള്ളത് വലിയ കാര്യമായി എടുത്തു പറയേണ്ടതില്ല. ബലില്ലാഹി യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈമാൻ എന്നത് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ദയാ ദാക്ഷിണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്, നിങ്ങളുടെ മഹത്വമല്ല അത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈമാൻ നൽകിയതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആത്മാവ്, അവരിൽ നിന്നുള്ള റൂഹ് ജിബ്രീൽ മുഖേന വഹയി നൽകി പഠിപ്പിച്ചതാണ്, ആ കൽബിലേക്ക് ഇട്ടു തന്നതാണ്. നബിയെ നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല എന്താണ് കിതാബ്, എന്താണ് ഈമാൻ എന്ന്. വലാകിൻ ജഅൽനാഹു നൂറൻ, പക്ഷേ നാം അതിനെ ഒരു പ്രകാശമാക്കി. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അത് നൽകുന്നത്. ഒരിക്കലും തന്നെ നമ്മുടെ പ്രയത്നം കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി എന്നുള്ളത് വളരെ മഹത്വമായി നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖൽബി, അല്ലാഹുവേ ഈമാനിനെ എനിക്ക് വളരെ അലങ്കാരമാക്കണേ, എന്റെ ഹൃദയത്തിൽ അത് വളരെ ഇഷ്ടമുള്ളതാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ, അല്ലാഹുവേ എനിക്ക് ഈമാനിനെ പ്രിയങ്കരമാക്കണം, ഇഷ്ടമുള്ളതാക്കണം, എന്റെ ഹൃദയത്തിൽ അതൊരു അലങ്കാരമാക്കണേ എന്ന്. നമസ്കാരത്തിന് മുമ്പ് സലാം വീട്ടുന്നതിന് മുമ്പായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ധാരാളം ദുആകൾ വന്നിട്ടുണ്ട്. അതിലൊന്നിൽ ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാണാം, അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ, അല്ലാഹുവേ ഈമാനിന്റെ അലങ്കാരം കൊണ്ട് ഞങ്ങൾക്ക് നീ അലങ്കാരം നൽകണേ. വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ, ഞങ്ങളെ നീ സന്മാർഗികളിൽ ഹിദായത്തിന്റെ ആളുകളിൽ നീ ആക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഭൂരിപക്ഷം ആളുകളും തെറ്റിപ്പോകുന്ന, അതല്ലെങ്കിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ തന്നെയും വികലമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങൾ എന്താണോ ഈമാനിനെ കുറിച്ച് പഠിപ്പിച്ചത്, ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചത്, അത് അതേപോലെ വിശ്വസിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ചെറിയ പാളിച്ചകൾ പോലും ഈമാനിന്റെ വിഷയത്തിൽ വന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, വമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ അവിശ്വസിക്കുന്നു, വമൻ യക്ഫുർ ബിൽ ഈമാൻ, വിശ്വാസത്തെ ഈമാനിനെ നിഷേധിക്കുന്നു, അതല്ലെങ്കിൽ അതിൽ തെറ്റ് സംഭവിക്കുന്നു, അതിൽ കുഫ്ർ സംഭവിക്കുന്നു, ഫഖദ് ഹബിത അമലു, അവന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തവൻ നഷ്ടക്കാരിൽ സംഭവിച്ചു പോകും. ഈമാനിൽ കുഫ്ർ സംഭവിച്ചാൽ, അതിൽ പിഴവ് സംഭവിച്ചാൽ അവനെല്ലാം നഷ്ടമാണ്, കർമ്മങ്ങൾ നഷ്ടമാണ്, ആഖിറത്തിൽ നഷ്ടമാണ്. എന്നാൽ വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആര് അല്ലാഹുവിൽ വിശ്വസിച്ചുവോ അവന്റെ ഖൽബിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നത്, സന്മാർഗം നൽകുന്നത്. സഹോദരങ്ങളെ, എങ്ങനെയാണ് അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇവിടെ വിശ്വാസികൾ മനസ്സിലാക്കണം, അൺകണ്ടീഷണലി, നിരുപാധികം, ഉപാധികളില്ലാതെ അല്ലാഹുവിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് മുമ്പിൽ തെളിവുകൾ ഒരുപാടുണ്ട്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതല്ല, അവന്റെ ബുദ്ധിക്കും അവന്റെ ചിന്തക്കും യുക്തിക്കും ബോധ്യപ്പെട്ടോ അനുഭവേദ്യമായോ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ്, അല്ലാഹു പറഞ്ഞതാണ്, അല്ലാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആമന്നാ സല്ലംനാ, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറയാനുള്ള ഒരു മനസ്സാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്.
അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ് അവർക്ക് തെളിവ് ആവശ്യമുള്ളത്. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ, ഉറപ്പിക്കാനാണ് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ തന്നെയും. മഹാനായ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിശ്വാസിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി ബിത്തൂർ, സൂറത്തു തൂർ മഗ്രിബ് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഫലമ്മാ ബലഗ ഹാദിഹിൽ ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ട് ഈ ആയത്തെത്തിയ സന്ദർഭത്തിൽ, ഏതാണ് ആയത്ത്? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല അവരെ അവർ തന്നെ സൃഷ്ടിച്ചതാണോ? അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ, ആകാശഭൂമികൾ അവരാണോ സൃഷ്ടിച്ചത്, അവരെന്തേ ദൃഢവിശ്വാസികളാകുന്നില്ലേ? അം ഇൻദഹും ഖസായിനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ, അതല്ല അല്ലാഹുവിന്റെ ഖജനാവ് ഖസാന അവരുടെ അടുക്കലുണ്ടോ, അതല്ല അവരാണോ കാര്യങ്ങളെല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ള അധികാരമുള്ളവർ? ഈ ആയത്തുകൾ സൂറത്തു തൂറിൽ നിന്ന് സഹോദരങ്ങളെ, മനുഷ്യന്റെ ബുദ്ധിയോട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ സംസാരിക്കുന്നത് ആരാണ് അവരെ സൃഷ്ടിച്ചത്, അവർ തന്നെ സൃഷ്ടിച്ചതാണോ? ഒന്നുമല്ലാത്തതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ഗുലുമാത്തിൻ സലാസ്, മൂന്ന് ഇരുട്ടറകൾക്കുള്ളിൽ മനുഷ്യനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ സൂറത്തു തൂറിലെ ഈ ആയത്തുകൾ കേട്ടിട്ട് ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അന്ന് കാഫിറാണ്, അവിശ്വാസിയാണ്. അദ്ദേഹം പറയുന്നു, കാദ ഖൽബി അയതീർ, എന്റെ ഹൃദയം പറന്നു പോകാറായി. വദാലിക അവ്വല മാ വഖറ ഈമാനു ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം ആദ്യമായി കടന്നു വന്നത് ഈ ഒരു ആയത്തുകൾ കേട്ടിട്ടായിരുന്നു എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനും ഏതൊരാൾക്കും പ്രപഞ്ച സത്താവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാനുള്ള, മനസ്സിലാക്കുവാനുള്ള തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ ഏറെ ഇവിടെയുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. എങ്ങനെ നിന്റെ റബ്ബിനെ നീ മനസ്സിലാക്കും? വബിആയാതിഹി വമഖ്ലൂഖാതി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, അവന്റെ സൃഷ്ടികളുണ്ട്, ശർഈയായ ആയത്തുകളുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ. മറ്റൊന്ന് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുണ്ട്. വമിൻ ആയാതിഹിൽ ലൈൽ വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹിൽ ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. സൂറത്തുൽ ഫുസ്സിലത്തിൽ കാണാം, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാത്രിയും പകലും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതിന് നിങ്ങൾ സുജൂദ് ചെയ്യരുത്. പിന്നെയോ വസ്ജുദൂ ലില്ലാഹിൽ ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും രാപ്പകലുകളെയും എല്ലാം മാറ്റിമറിക്കുന്ന റബ്ബിനെ, അവന് മാത്രമാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. സൂറത്തുൽ അഅറാഫിൽ കാണാം, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്, നിങ്ങളുടെ റബ്ബ് അല്ലാഹു ആരാണ്? ആകാശഭൂമികളെ 7 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു, അർശിൽ ഇസ്തിവാ ചെയ്തു. യുഗ്ശിൽ ലൈല അൻ-നഹാർ യത്ലുബു ഹദീസ, അതെ രാത്രി പകലിനെ ദ്രുതഗതിയിൽ തേടി ചെല്ലുന്നു. വശംസ വൽ ഖമറ വന്നുജൂമ മുസഖറാത്തിൻ ബിഅംരി, സഹോദരങ്ങളെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹുവിന് വിധേയമായി കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹുവാണ് സൃഷ്ടാവ്, അവനാണ് കൽപ്പനയ്ക്ക് അധികാരമുള്ളവൻ, അവനെത്ര അനുഗ്രഹീതനാണ്. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സഹോദരങ്ങൾ, അതുകൊണ്ട് ഏതു മനുഷ്യനും സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഇവിടെയുണ്ട്. എല്ലാം സുപരിചിതമായ ആയത്താണല്ലോ. അള്ളാന്റെ ഒന്നാമത്തെ കൽപ്പന വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അതിനെന്താ കാരണം പറഞ്ഞത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിധാനിച്ചു തന്നു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നു. വഖ്റജലക്കും മിനസ് സമറാത്ത്, അതെ നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് വെള്ളമിറക്കി ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങളെല്ലാം സംവിധാനം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് ഒരു പാർട്ണർമാരുണ്ടാക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ, അടിസ്ഥാനം അതാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അയ്നല്ലാഹ്, അല്ലാഹു എവിടെയാണ്? ഇങ്ങനെയൊരു ചോദ്യം പലരും മുസ്ലിം നാമധാരികളായ പലർക്ക് പോലും അറിയാത്ത ഒരു കാര്യമാണ്. പലരും പറയാറുള്ളത് എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലൊക്കെ ഉണ്ട്, ദൈവമുണ്ട്, ദൈവമിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസങ്ങളൊക്കെ ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്.
ഇല്ല, അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ആകാശത്താണ്. അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു 7 ആകാശത്തിന് മുകളിൽ അർശിലാണുള്ളത്. ഒരുപാട് തെളിവുകൾ. അഅമിൻതും മൻ ഫിസ്സമാ അൻ യഖ്സിഫ ബിക്കുമുൽ അർദ്, സൂറത്തുൽ മുൽക്കിൽ നിങ്ങൾ നിർഭയരാണോ ആകാശത്തുള്ളവനെ സംബന്ധിച്ച്? അഅമിൻതും മൻ ഫിസ്സമായി അൻ യുർസില അലൈക്കും ഹാസിബ, നിങ്ങളുടെ മേൽ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ ആകാശത്തുള്ളവൻ? ഹദീസിൽ കാണാം, മുആവിയത്ത് ബിൻ ഹക്കം അസ്-സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ അടിമ സ്ത്രീയെ മുഖത്തടിച്ചു. അദ്ദേഹത്തിന് അതൊരു പ്രയാസം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അഫലാ ഉഅ്തിഖുഹ, ഞാൻ അവരെ റിലീസ് ചെയ്യട്ടെ, മോചിപ്പിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തിനി ബിഹാ, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ അടിമ സ്ത്രീയെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്ന അല്ലാഹ്, അല്ലാഹ് എവിടെയാണ്? ആ സ്ത്രീ പറഞ്ഞു, ഫിസ്സമാ, ആകാശത്താണ്. പിന്നെ ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? അവര് പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, നിങ്ങൾ അവിടെ സ്വതന്ത്രരാക്കി വിടൂ, അവർ മുഅ്മിനത്താണ്, വിശ്വാസിനിയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹു ഉണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു അസ്തിത്വമുണ്ട്, അല്ലാഹുവിന്റെ ഖുദ്റത്തും അളമത്തും എല്ലാം ബോധ്യപ്പെടുത്തുന്ന നിലയ്ക്ക് തെളിവുകൾ ധാരാളമുണ്ട്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയാലേ ഞാൻ വിശ്വസിക്കൂ എന്നതല്ല, മറിച്ച് റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്ന, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു റബ്ബേ, നിരുപാധികം വിശ്വസിക്കുന്നു, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ, ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയാണ് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ബോധ്യപ്പെടുത്തുന്ന മനസ്സിലാക്കാവുന്ന തരത്തിലല്ലല്ലോ. ഒരു എക്സാമ്പിൾ പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസകാര്യത്തിന്റെ അല്ലാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാലുള്ള ഒന്നാണെന്ത്? മലക്കുകളിലുള്ള വിശ്വാസം. പ്രത്യേകതരം സൃഷ്ടികളാണ്, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശലോകത്ത് മാ ഫീഹാ മൗദിഉ ഇല്ലാ അർബഇ അസാബിഅ ഇല്ലാ വമലകുൻ വാലിഉൻ ജബ്ഹതുഹു സാജിദൻ ലില്ലാ, ആകാശത്തെ ലോകത്ത് 4 വിരൽ വെക്കാനുള്ള ഓരോ സ്ഥലത്തും അല്ലാഹുവിനെ മലക്കുകൾ സുജൂദ് ചെയ്യുന്നവരായി കൊണ്ടുണ്ട് എന്ന്. എങ്ങനെയാണ്? നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്നതാണോ? അലൈഹാ 19, നരകത്തെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നരകത്തിന് 19 കാവൽക്കാരുണ്ട്. എന്താണത്? വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക, നരകത്തിന്റെ കാവൽക്കാരായി മലക്കുകളെ അല്ലാതെ നാം നിശ്ചയിച്ചിട്ടില്ല. വമാ ജഅൽനാ ഇദ്ദതഹും ഫിത്നതൻ ലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് ഒരു പരീക്ഷണം എന്നോളമാണ് അവയുടെ എണ്ണം, ആ മലക്കളുടെ എണ്ണം. അതെന്താ 19 എന്നാ 20 ആയിക്കൂടെ? പരിഹസിക്കുന്നവർക്ക്, കളിയാക്കുന്നവർക്ക്, അവിശ്വാസികൾക്ക് എന്തും പറയാലോ. അതെന്ത് 18 ആയിക്കൂടെ? എന്താ 19 ആക്കി? അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എന്തിനു വേണ്ടിയാണ്? അവിശ്വാസികൾക്കൊരു പരീക്ഷണം. വലിയസ്തയഖിനല്ലദീന ഊതുൽ കിതാബ വയസ്ദാദല്ലദീന ആമനു ഈമാന, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസം ദൃഢപ്പെടുത്താനും ഈമാനുള്ള ആളുകൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ. അതിനാണത്, നമ്മളത് വിശ്വസിക്കുന്നുണ്ട് എന്ന്. അല്ലാഹു പറഞ്ഞു, വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. വലാ യർതാബല്ലദീന ഊതുൽ കിതാബ വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അതിൽ ഡൗട്ടില്ല. അതാണ് ഈമാനുണ്ടോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ അവർ വിശ്വസിച്ചവരാണ്, അവർക്ക് സംശയമില്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, വിശ്വാസത്തിന് ശേഷം അവർക്ക് ഡൗട്ടില്ല. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അവർ ആഖിറത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതാണ് അടിസ്ഥാനം. വിശ്വാസമില്ലാത്ത കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇനി അതല്ല, മറ്റൊരു ഉദാഹരണം നോക്കൂ. നമ്മളൊക്കെ നേരിൽ കാണുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സത്യനിഷേധികളോട് ചോദിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് ഉണർത്തിയത്, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, ഏയ് നിങ്ങൾ അങ്ങനെ അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണോ, അല്ലാഹുക്ക് വിധേയപ്പെടാത്തവരാണോ എങ്കിൽ ആ മരണത്തെക്കുറിച്ച് തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾക്കതിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? മരണം നിങ്ങളെ പിടികൂടുമ്പോ അല്ലാഹുവിന്റെ വിധിക്കത് അല്ലാതെ അനുസരിച്ചല്ലാതെ ജീവിക്കുന്നു, അതങ്ങനെ ഉണ്ടായതാണ്, അങ്ങനെ ലോകം കഴിഞ്ഞു പോകും. അള്ളാഹുവിലുള്ള വിശ്വാസവും സ്വർഗവും നരകത്തെ കുറിച്ചൊന്നും
വിശ്വസിക്കാത്ത ആളുകൾ. സഹോദരങ്ങൾ, ഇത് പറയാൻ കാരണം എന്താ? ഇന്ന് മുസ്ലിം നാമധാരികൾ പോലും ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ തെറ്റിപ്പിക്കുന്ന വസ്വാസുണ്ടാക്കുന്നതായ പല കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലർക്കും അതാണ്. പല കാരണങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടാലേ വിശ്വസിക്കൂ എന്ന്. അങ്ങനെയൊന്നല്ല മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുന്ന, അതല്ലെങ്കിൽ ബോധ്യപ്പെട്ട് വിശ്വസിക്കേണ്ട ഒന്നല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദർശം. അത് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ ഹിദായത്ത് കിട്ടും. കിട്ടിയവര് ഇത് സത്യമാണ്. ഈ ആയത്തിലെ സൂറത്തുൽ വാഖിയയിലെ മരണത്തെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫൈൻ കാന മിനൽ മുഖറബീൻ, ആ മരിച്ചുപോയ ആളുകൾ അവർ അള്ളാഹുവിനോട് അടുത്ത ആളുകളാണെങ്കിൽ, അസ്ഹാബുൽ യമീൻ ആണെങ്കിൽ ഫസലാമുൽ ലക അസ്ഹാബുൽ യമീൻ, അവർക്കാണ് രക്ഷയുള്ളത്, അവർക്കാണ് സ്വർഗമുള്ളത്. എന്നാൽ ഫൈൻ കാന മിനൽ മുകദ്ദിബീന അദ്ദാല്ലീൻ, വഴിപിഴച്ച ആൾക്കാരാണ്, പരലോകത്തെ, നരകത്തെ, സ്വർഗത്തെയൊക്കെ കളവാക്കിയ ആളുകളാണെങ്കിൽ അവർക്ക് സഹോദരങ്ങളെ നുസുലും മിൻ ഹമീം, ചുട്ടു തിളച്ച വെള്ളത്തിൽ നിന്നുള്ള സൽക്കാരമാണ്. വതസ്ലിയതു ജഹീം, ജഹീമിലാണ് അവർ, നരകത്തിലാണ് അവർ കിടന്നിരിക്കുക. ഇന്ന ഹാദാ ലഹുൽ ഹഖ്, ഇന്ന ഹാദാ ലഹുൽ ഹഖ്, ഇത് സത്യമാണ്. സ്വർഗം സത്യം, നരകം സത്യം, ജീവിതവും മരണവും എല്ലാം സത്യമാണെന്ന് സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് അവിശ്വസിക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് വമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. അതെ, അവന്റെ റൂട്ടിലേക്ക് പോകാം. അവിശ്വാസം, അതായത് താഗൂത്തുകൾ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെ, അതല്ലെങ്കിൽ സഹോദരങ്ങളെ നിർമ്മത വാദികളായ ആൾക്കാരുണ്ട്, സർവമത സത്യവാദത്തിന്റെ ആളുകളുണ്ട്, പലതും കൊണ്ടുവരുന്നവരുണ്ട്. എന്നാൽ അള്ളാഹുവിന് പുറമെയുള്ള മുഴുവൻ ആരാധ്യ വസ്തുക്കളെയും നിഷേധിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകുന്ന ഉറച്ച യഥാർത്ഥ ഈമാൻ, ആ ഈമാനുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ, വിശ്വാസികളുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നതായ, അവരുടെ ഈമാൻ തെറ്റിക്കുന്നതായ പല കാര്യങ്ങളും കൊണ്ടുവരുന്നവരോട് യഥാർത്ഥ ഈമാൻ കൊണ്ട് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതാ. അല്ലാതെ കുറെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കാര്യമല്ല. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആൻ, അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി യസിലു റഹിം വ യുതഇമുൽ മിസ്കീൻ. ജാഹിലിയ കാലത്ത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാള് കുടുംബബന്ധം ചേർത്തിരുന്നു, പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നു. ഫഹൽ ദാക നാഫിഉഹു, നബി അയാൾക്കത് വല്ല പ്രയോജനം ചെയ്യുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻഫഉഹു, അയാൾക്ക് ഒരു ബെനിഫിറ്റ് അതുകൊണ്ടില്ല. കാരണം എന്തേ? ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലി ഖതിഅതി യൗമിദ്ദീൻ, റബ്ബിഗ്ഫിർ ലി ഖതിഅതി യൗമിദ്ദീൻ, റബ്ബേ എന്റെ പാപങ്ങളെല്ലാം പരലോകത്ത് വിചാരണ ചെയ്യുന്ന ദിവസത്തെ എനിക്ക് പുറത്തു തരണേ എന്നുള്ള പരലോകത്തെ കുറിച്ചുള്ള ഒരു വിശ്വാസം അയാൾക്കില്ലായിരുന്നു. അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനാണ് അടിസ്ഥാനം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഈമാനും അമലുസ് സാലിഹാത്തും. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. കാലം തന്നെയാണ് സത്യം, മനുഷ്യൻ നഷ്ടത്തിലാണ്. ആദ്യം ഈമാൻ വേണം. ഉറച്ച വിശ്വാസം ഉണ്ടായിട്ട് നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഖുർആൻ ഓതിയിട്ടും നന്മ ചെയ്തിട്ടും പ്രയോജനമുള്ളൂ. വമൻ അറാദൽ ആഖിറത വസആ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ടാണ് പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ, ഈമാൻ വേണം, വിശ്വാസം വേണം, ഉറച്ച വിശ്വാസം. അതൊക്കെ ഇപ്പൊ ഉണ്ടാകൂല്ലേ എന്നുള്ള ഒരു ഡൗട്ടിലല്ല സഹോദരങ്ങളെ. ഉറച്ച ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ജീവിതം ഹക്കാണ്, സത്യമാണ്, മരണം സത്യമാണ്. നമ്മൾ കണ്ടില്ലേ, നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുമോ? ബാംഗ്ലൂർ ഇതുവരെ കാണാത്ത നിലക്കുള്ള ശക്തമായ മഴയാണ് ഉണ്ടായത്. ആളുകൾ പ്രതീക്ഷിച്ചിട്ടില്ല. കച്ചവടം ചെയ്യുന്ന ആളുകൾ, സാധനങ്ങൾ വാങ്ങാമെന്നവർ ഒരു ചുമരിനോടൊന്ന് ചേർന്ന് ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവര് ചേർന്ന് നിന്നതാ. പക്ഷേ ജീവനെടുക്കുമെന്ന് അവര് പോലും വിചാരിച്ചില്ല.
വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. നാളെ നീ എന്ത് പ്രവർത്തിക്കുമെന്ന് പറയാൻ നിനക്ക് സാധ്യമല്ല. എവിടെ വെച്ച് നീ മരിക്കുമെന്നും പറയാൻ നിനക്ക് സാധ്യമല്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നീ എവിടെ ചെന്നൊളിച്ചാലും കെട്ടിയുറപ്പിച്ച കോട്ടകൾക്കുള്ളിലാണെങ്കിലും മരണം നിന്നെ പിടികൂടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെക്കുറിച്ചൊരു യാഥാർത്ഥ്യ ബോധം, ചിന്ത നമുക്കുണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യം അത് നമുക്കുണ്ടാവണം. അതാണ് അടിസ്ഥാനപരമായി ഒന്നാമതായി വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഒന്നാമതായി ആദ്യം വേണ്ട കാര്യം അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, ഈമാനാണ് എന്ന കാര്യമാണ് ഉണർത്തിയത്. ഈ വിശ്വാസത്തിൽ നിന്ന്, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം, ദീന്, മാർഗം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ദീനല്ല, ഇസ്ലാം അല്ലാത്ത ഒന്ന് അള്ളാഹുവിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഇസ്ലാം മാത്രമാണ് റബ്ബിൽ സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മിലും നമ്മുടെ മക്കളിലും സംശയമില്ലാത്ത നിലക്ക് ഈമാൻ ഉറപ്പിക്കണം. ഒരു കുട്ടിയോട് ചോദിച്ചു, ഈ ഗോഡിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ, ഗോഡ് ദൈവം, അപ്പൊ ചോദിക്കുന്നത് ഒരു 6 വയസ്സായ കുട്ടിയാ, ജീസസ് ആണോ? മുസ്ലിം നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ. അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച്, മൻ റബ്ബുക്, നിന്റെ റബ്ബാരാണ്? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. മാ ദീനുക്, നിന്റെ ദീൻ ഏതാണ്? ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. മൻ നബിയുക്, നിന്റെ പ്രവാചകനാര്? നബിയെ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ എവിടുന്ന് കിട്ടിയത്? അവരുടെ സാഹചര്യം, അവര് വളർന്നത്, അവരുടെ സിറ്റുവേഷൻ, അതൊക്കെ അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്. നോക്കൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ ഈമാൻ നമ്മുടെ മക്കളിലേക്ക്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ നമ്മുടെ മക്കളെ യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസത്തിലും ആദർശത്തിലും സംസ്കാരത്തിലും വളർത്താനുള്ള മദ്രസ വിദ്യാഭ്യാസം അവർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതവർക്ക് നൽകണം. അത് നമ്മൾ അവരുടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ നൽകിയാലേ സഹോദരങ്ങളെ, നമ്മുടെ വഴിയിൽ, ഈമാനിന്റെ വഴിയിൽ, ഇസ്ലാമിന്റെ വഴിയിൽ നമ്മുടെ മക്കൾ വളർന്നു വരികയുള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക്. അതാണ് ഞാൻ ഗൗരവത്തോടുകൂടി പറഞ്ഞത്. നമ്മൾ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ ഈമാൻ. പലതും പറഞ്ഞു തെറ്റിക്കാൻ സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ തന്നെ, നമുക്കിടയിൽ, മുസ്ലിം സമൂഹത്തിൽ പല നിലക്കും ഈമാനിൽ നിന്ന് തെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജാഗ്രതയോടുകൂടി നമ്മൾ കാണണമെന്നാണ്. എവിടെയായിരുന്നാലും, ഏത് സമയത്തായിരുന്നാലും സഹോദരങ്ങളെ, ഈമാനോടുകൂടി മരിക്കാൻ. അതാണല്ലോ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ട് അല്ലാതെ മരിക്കരുത്. അമ്പിയാക്കളൊക്കെ വസിയത്ത് ചെയ്ത അതാണ്. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി, യാഖൂബ് നബിയൊക്കെ മക്കളോട് വസിയത്ത് ചെയ്ത്, നിങ്ങളുടെ ദീന് വിട്ട് നിങ്ങൾ കളിക്കരുത്. അല്ലാഹ് സെലക്ട് ചെയ്ത ഒരു ദീനുണ്ട്, നിങ്ങൾക്ക് ഒരു സംസ്കാരമുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കാര്യത. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളും അധികാരങ്ങളും ലഭിച്ച മഹാനായ പ്രവാചകനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫിൽ കാണാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്വാലിഹിൻ. അല്ലാഹുവേ, നീ എനിക്ക് അധികാരം നൽകി ദുനിയാവിൽ, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു. ആകാശഭൂമികളുടെ സിട്ടാവായ റബ്ബേ, നീയാണ് എന്റെ ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷാധികാരി. എന്നെ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണേ. ദുനിയാവിലെ ആഡംബരങ്ങളോ സൗകര്യങ്ങളോ അധികാരങ്ങളോ ഒന്നുമല്ല വലുത്. മുസ്ലിമായി മരിക്കുക, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. നോക്കൂ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് ഈമാനും ഇസ്ലാമും നഷ്ടപ്പെട്ടു പോകാതെ നാം സൂക്ഷിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക്
നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ വിശ്വാസത്തിൽ യഥാർത്ഥ കർമ്മങ്ങളിലൂടെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ച് മരിച്ചാലും ഈ ഇസ്ലാമോടുകൂടി ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും എല്ലാം ഈമാനിൽ വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലും മഈശത്തിലും എല്ലാം എല്ലാവിധ റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. പല പരീക്ഷണങ്ങളുമുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന പല പരീക്ഷണങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വലിയ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا الا رحمته ولا مريضا الا شفيته ولا بلاء الا رفعته يا ارحم الراحمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.